ഉമ്മൻചാണ്ടിയുടെ കാലത്തിലാണ് അദ്ദേഹത്തിന് എനിക്കൊരു കൈയെടുക്ക ഒരു ഭാഗം ഉണ്ടായിരുന്നതിൽ ശ്രീ അഡാനിയെ ഒരു പ്ലെയിനിൽ കണ്ട് സംസാരിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ വിഴിഞ്ഞത്തിന് വേണ്ടി ബിഡ് ചെയ്തില്ല എന്ന് ചോദിച്ചിട്ട് വിഴിഞ്ഞത്തിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ ഫ്ലൈറ്റ് കഴിയുമ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു ഞാൻ ലാൻഡ് ചെയ്ത ഉടനെ എന്റെ കമ്പനിയെ വിളിച്ചിട്ട് ടെൻഡർ ഡോക്യുമെന്റ് മേടിക്കാൻ. എനിക്ക് തോന്നി അതൊരു ഒരു കഷ്ടമായത്. ഒരു മനുഷ്യനും ആ വേദിയിൽ 3 പേര് സംസാരിച്ച് 3 പേരും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല. പക്ഷെ ഈ ആദ്യത്തെ ഈ കമ്മീഷനിങ് അഗ്രിമെന്റ് ഒപ്പിട്ടത് അദ്ദേഹത്തിന്റെ കാലത്തിലാണ്. ഈ ആദ്യത്തെ ഈ വയബിൾ ബിഡ് വരുന്നത് തന്നെ അദ്ദേഹത്തിന്റെ കാര്യം. നിങ്ങൾ മറക്കരുത്, ശ്രീ അച്യുതാനന്ദ സമയത്ത് 2 ബിഡ് ഇറക്കി, 2ഉം ഫെയിലിയറായി. എന്താ അതിന്റെ കാരണം? ക്വാളിഫൈഡ് ബിഡേഴ്സ് ഒക്കെ ചൈനീസ് കമ്പനിയുടെ ബന്ധമുണ്ടായ കാരണം നമ്മുടെ കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല. പിന്നെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്തിലാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് അതിനെയൊക്കെ നയിച്ചത് ശ്രീ ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. അവസാനത്തിൽ അദ്ദേഹം എല്ലാ നെഗോസിയേഷൻ നടത്തി അദ്ദേഹം ഒപ്പിട്ടു, ഉദ്ഘാടനം ചെയ്തു 2015. നമ്മളുടെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളും ജനങ്ങൾക്കും വേണ്ടിയുള്ള നഷ്ടപരിഹാരം ക്യാബിനറ്റിൽ പാസ്സാക്കി. ഉമ്മൻചാണ്ടിയെ ഓർക്കാതിരിക്കുന്നത് അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും ഞാൻ എപ്പോഴും പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ്, ശ്രീ നാരായണഗുരു എപ്പോഴും പറയില്ലേ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതുപോലെ രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി. ഇത് വികസന വിഷയം രാഷ്ട്രത്തെ നന്നാക്കുന്ന ഒരു കാര്യമാണ്. അതിന് നമുക്ക് ഒരു രാഷ്ട്രം കളിക്കാൻ ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഇത് എല്ലാ പാർട്ടികളും സഹകരിക്കുന്നതാണ് നമ്മുടെ അഭിമാനം. ഞാൻ സ്ഥലത്തിന്റെ MP-യും ലോങ്സ്റ്റ് സർവിംഗ് ഡയറക്ടറാണ് വിഴിഞ്ഞം ബോർഡിൽ. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, 2 പേരും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി. അതിനൊപ്പം കേന്ദ്ര സർക്കാർ 11 വർഷമായി നയിക്കുന്ന ശ്രീ നരേന്ദ്രമോദി അവരുടെ രീതിയിൽ സഹായിച്ചു. അത് മാത്രമല്ല ഇന്നലെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഇത് എല്ലാവരും പങ്കെടുക്കുന്ന ഒരു സന്തോഷ കാര്യമായിട്ടാണ് ഞാൻ കണ്ടത്. അതില് എന്റെ അഭിപ്രായത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കാൻ ഒരു ആവശ്യമുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല എല്ലാവരും ഒരു കോൺട്രിബ്യൂഷൻ ഓർക്കുന്നത് നമ്മളുടെയും ഒരു മര്യാദയാണ്. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ സർക്കാരിനോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, പക്ഷെ അതിൻ്റെ ഒപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നവർ ചെയ്തതിനെ കുറിച്ചൊന്നും മറക്കരുത്. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അത് കണ്ടില്ല, പക്ഷെ ഒരു സംശയവുമില്ല, എല്ലാ പാർട്ടികൾക്കും ഇതിനെ ഒരു അവസരമായി കണ്ടു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മുടെ LDF-കാർ എന്തൊക്കെയാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ പറഞ്ഞത് ഞങ്ങളുടെ കാലത്തിലും. അഴിമതിയുണ്ടെന്ന് പറഞ്ഞു, ഇതൊരു സമുദ്രത്തിൽ ഒരു കൊള്ളയെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞവരാണ് ഇന്ന് വലിയ സന്തോഷത്തോടെ വിഴിഞ്ഞത്തിനെ ആഘോഷിക്കുന്നത്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ടല്ലോ, സക്സസ് ഹാസ് മെനി ഫാദേഴ്സ്, ഫെയിലിയർ ഇസ് ആൻ ഓർഫൻ.